ഒരു 40ഓളം ആശാവർക്കർ ലാൽമീഡിൽ ഈ സിനിമ കാണാൻ വരിക. സിനിമ കണ്ടപ്പോൾ അവർ എല്ലാവരും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലാണ്. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിന്നെ സുബീഷ്, ഇത് നമ്മൾ എത്രയോ വർഷമായി, 15 വർഷമായി ജോലി തുടങ്ങിയിട്ട് നമ്മൾ ഒരാൾ പോലും അംഗീകരിച്ചില്ല. ഈ ആദ്യമായിട്ടാണ്. പിന്നെ ഇതിനകത്ത് ആശാ വർക്കർ ആയിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു റോള്, ഇപ്പം പൊതുജനാരോഗ്യത്തിന്റെ ഭാഗത്തിൽ വലിയൊരു റോള് വഹിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഈ ആശാ വർക്കർമാരെ കുറിച്ചിട്ട് ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് അവരുടെ ഒരു ഡേ ടു ഡേ എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് നമുക്കൊരു ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ ആ ഒരു റോൾ എടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ വശങ്ങളും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇപ്പം ആശാ വർക്കർമാരെ പറ്റിയിട്ട് ഈ സിനിമയിലൂടെ എന്തൊക്കെയായിരിക്കും പുതിയത് മനസ്സിലാക്കാൻ വേണ്ടി? ഡെഫിനറ്റ്ലി അവരുടെ എക്സിസ്റ്റൻസും ഞാൻ അറിഞ്ഞത് കൊറോണ ആ സമയത്തായിരുന്നു. അതുവരെ ആശാ വർക്കേഴ്സ് ആരാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജനറേഷനുള്ള പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. ഐ വാസ് ഓൾസോ വൺ ഓഫ് ദം. എനിക്ക് കോവിഡ് പിടിച്ച് നാട്ടിൽ ആ ക്വാറന്റൈനിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ സഹായത്തിന്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവരെന്ത് ഡേ ടു ഡേ അവരുടെ റോൾസ് എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊരു റഫ് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പടത്തിൽ ദിവ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്ര കോൺഫിഡൻറ്റോ അല്ലാതെ ഭയങ്കര ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ലാത്ത എന്ന് വെച്ചാൽ ഒരു ഓർഗാനിക്കലി ഇങ്ങനെ ഒരു സാഹചര്യം വന്നുപോയി ദിവ്യയ്ക്ക് ഒരു ആശാ വർക്കർ ആവണം ഫോർ ഹർ ഫാമിലി ടു ഗോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഈ ക്യാരക്ടർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പല ആശമാരെ മീറ്റ് ചെയ്യാനുള്ളൊരു ലക്ക് എനിക്കുണ്ടായി. അവരുടെ ലൈഫ് വളരെ സിമ്പിളാണ്. അവരെനിക്ക് തോന്നുന്നു ഭയങ്കര ഹാപ്പിയാണ്. അവർ അത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത് അവരുടെ തൊഴിൽ. ആ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി, ഓരോ വീടുകളിൽ പോയിട്ട് വെയിലത്തും മഴയത്തും എന്ന് വെച്ചാൽ ഒരു താങ്ക്ലെസ് ജോബാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് സാലറിയും വളരെ അല്ല, അതിൻ്റെ വേറെ കഥ. ശരി, ആദ്യമായിട്ട് ആശാ വർക്കർമാരെ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ഒരു 40ഓളം ആശാ വർക്കർമാർ ലാൽമീഡിൽ ഈ സിനിമ കാണാൻ വരിക. സിനിമ കണ്ടപ്പോൾ അവർ എല്ലാവരും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിലാണ്. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിന്നെ സുബീഷ്, ഇത് നമ്മൾ എത്രയോ വർഷമായി, 15 വർഷമായി ജോലി തുടങ്ങിയിട്ട് നമ്മൾ ഒരാൾ പോലും അംഗീകരിച്ചില്ല. ഈ ആദ്യമായിട്ടാണ് നമ്മളെ WHO ആ കൊറോണ സമയത്ത് നമ്മളെ ഒരു ചെറിയ രീതിയിൽ പരാമർശിച്ചത്. അപ്പോൾ കേരളത്തിൻ്റെ ഏതൊരു പത്രത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. അപ്പോൾ അവർ ഭയങ്കര സെൻസിറ്റീവ്. അവർ ഈ പടം നമ്മൾ വിജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ഷെല്ലിയുടെ ഒരു കഥയുണ്ട്. ഷെല്ലിയുടെ വീട്ടിൽ ഇതേപോലെ ഷെല്ലി ഹൈദരാബാദിൽ നിന്ന് വന്ന് ഒരാശ പോയി. അപ്പോൾ ആശാ വർക്കർ ഷെല്ലിയോട് പറയാം, നമ്മളെ പടം വരുന്നുണ്ട്, നിങ്ങൾ പോയി കാണുന്നത് ഇത് നായികയോട്. അവർക്ക് അറിയില്ലായിരുന്നു ഷെല്ലി നായിക. അത് അതിലൊരു ചെറിയ തള്ളില്ലേ, കുഴപ്പമില്ല, പ്രൊമോഷന്റെ ഭാഗമായി അത് പാട്ട് കൊടുക്കുന്നത്. അല്ല, ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രത്താണ്. എപ്പോഴും സിറ്റിയിൽ എപ്പോഴും ആശാ വർക്കേഴ്സ് വരാറുണ്ട്. അവിടെ കൃത്യമായിട്ട് എന്താ പറയുക, ഏത് പാർട്ടിക്കാർ വന്നാലും കോർപ്പറേഷൻ കൃത്യമായിട്ട് ആശാ വർക്കേഴ്സ് വരും. അവർ വന്നിട്ട് കുട്ടികൾക്ക് പനിയുണ്ടോ എല്ലാം കൃത്യമായി നോക്കുന്നതാണ്. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 45 പേരിൽ കുറച്ച് പേര് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി എന്ന്. എന്നെ മനസ്സിലായി. അപ്പം അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവരുടെ ആ മേഖല ഇതിൽ കാണിച്ചു. അതൊരു വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിരുന്നു.